ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റും നല്ല പഞ്ഞി പോലത്തെ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പാലപ്പെന്നും വെള്ളയപ്പം എന്നൊക്കെ പറയുന്ന ഈ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റും. തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം അരി തന്നെയാണ്. അപ്പോൾ അത് ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. തലേദിവസം കുതിർത്ത് വെച്ചാലും മതി. അപ്പോൾ ഇനിയിത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ ഏത് പാത്രത്തിലാണോ നമ്മൾ അരി അളക്കുന്നത് അത് സെയിം പാത്രത്തിലാണ് എല്ലാ മെഷർമെൻറ്റും എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 3/4 കപ്പോളം ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ഈസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചൊന്ന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ മധുരം ഉണ്ടാകുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ 1/2 ടീസ്പൂണോളം മധുരവും ചേർത്തിട്ടുണ്ട് പഞ്ചസാര. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് 1 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 3/4 കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ചു വെക്കുന്ന ഈ ഒരു മാവ് ഒഴിച്ചു വെക്കുന്ന പാത്രം ഒന്ന് നല്ല ചൂടാക്കി എടുക്കണം. ഒന്നെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ അടിച്ചു വെച്ച ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം ഈ മിക്സിയിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൈ കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ മിക്സാക്കിയ ശേഷം നമ്മൾക്കിത് നല്ല ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു ലൂസിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവിനേക്കാളും ഒന്നും കൂടെ ലൂസായിട്ടുണ്ടാവണം. ഇനി നമ്മൾ കവർ ചെയ്യുന്നത് ഇവിടെ പ്ലാസ്റ്റിക് റാപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലത്തെ ആ ഒരു പാത്രം നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ നല്ലോണം ഇത് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇത് നല്ല ചൂടുള്ള പ്ലേസിലാണ് വെക്കേണ്ടത്. ഒന്നെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓവണിൽ വെച്ചാലും മതി കേട്ടോ. ഓവണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ നല്ല തണുപ്പുള്ള ഏരിയ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടുള്ള ഒരു ഓവണിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ 1 മണിക്കൂറിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കറിയും കൂടി റെഡിയാക്കുന്നുണ്ട്. ആ ഒരു ടൈം വരെ ഞാനിത് മാറ്റി വെക്കുന്നത്. പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ കടലപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പനീറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 1 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു 4-5ഓളം കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയല്ല, കാശ്മീരി മുളകാണ്. ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് ആ തക്കാളീൻ്റെ എല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ വെന്തിട്ടുണ്ട്. നല്ല അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതേ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച പനീറും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രൈ ആയ ശേഷം ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ പാനിലോട്ട് 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ചേർത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മസാല ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ഈ തിളക്കുന്ന ഈ സമയത്ത് നമ്മളിതിൽ കുറച്ചൊന്ന് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇടുമ്പോഴേ ആ ഒരു മുളകിൻ്റെയൊക്കെ കളർ നല്ല രീതിയിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിളക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പനീറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചിക്കനൊക്കെ ചെയ്യാൻ പറ്റും. ചിക്കനാകുമ്പോൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം, ഒന്നെങ്കിൽ വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പിട്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തിയാണ് ചേർക്കുന്നത്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കസൂരി മേത്തിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ക്രീമാണ് ചേർക്കുന്നത്, നല്ല തിക്കായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ക്രീമും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ക്രീം ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വെന്ത് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് പൊങ്ങിയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് പൊങ്ങി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ 1 മണിക്കൂറിലും കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചാൽ തന്നെ നമുക്കിത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കവറൊക്കെ മാറ്റിയ ശേഷം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുന്ന സമയത്ത് അതങ്ങ് താണു പോകട്ടോ. നമ്മളിത് അരച്ച് വെച്ച അത്രയും ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് നല്ലതാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ പൊങ്ങി വരും, അല്ലെങ്കിൽ കൂടുതൽ ടൈം വെക്കേണ്ടി വരും. അതാണ് നമ്മൾ ഈസ്റ്റിൻ്റെ ശരിയല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നത്. പിന്നെ ഈസ്റ്റ് പെട്ടെന്ന് കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് ഇട്ടത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളയപ്പച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നല്ലോണം ചൂടാക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ചൂടിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പ് തന്നെ ആക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ടല്ല നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്, അടച്ച് വെച്ചിട്ട് തന്നെയാണ് വേവിക്കേണ്ടത്. അപ്പോൾ നടുഭാഗത്ത് വെന്തതിന് ശേഷം നമ്മൾക്കിത് എടുത്ത് മാറ്റാം. നല്ല ശ്രദ്ധിക്കേണ്ടത് നടുഭാഗത്ത് വേവണം, കാരണം ആ ഒരു ഭാഗം കുറച്ച് കട്ടിയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റും നല്ല പഞ്ഞ് പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു പനീർ മസാലയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട പോലത്തെ റെസിപ്പീസ് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.